40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447175304. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 3 വികസന മുന്നേറ്റ ജാഥകൾ പര്യടനം നടത്തും. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷത്തിന്റെ സംഘടനാശേഷി തെളിയിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചുവരവിനാണ് മുന്നണി ഒരുങ്ങുന്നതെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ LDFന്റെ നേതൃത്വത്തിൽ 3 മേഖലാ ജാഥകൾ പര്യടനം നടത്തും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 4-ന് വൈകിട്ട് 4 മണിക്ക് ചേലക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 43 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ഈ ജാഥ കടന്നു പോകുന്നത്. ഫെബ്രുവരി 4-ന് വൈകിട്ട് 5 മണിക്ക് വടക്കാഞ്ചേരിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 63 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ജാഥയ്ക്ക് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നേതൃത്വം നൽകും. തെക്കൻ മേഖലാ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AC മൊയ്തീൻ MLA പറഞ്ഞു. മറ്റ് ജാഥകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും. പ്രതീക്ഷിച്ച വിജയം നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതിൻ്റെ ചെറിയ പ്രയാസവും അതുമായി ബന്ധപ്പെട്ട ചെറിയ ആലസ്യവും ചില ആശങ്കകളുമൊക്കെ നമ്മുടെ പ്രവർത്തകർക്കിടയിലും മേധാവികൾക്കിടയിലും ഒക്കെ എത്തുന്നുണ്ട്. അതിനാക്കം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയവും കൂടിച്ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അങ്ങ് അവസാനിപ്പിച്ച് കളയാം എന്ന രീതിയിലുള്ള പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഭാഗമായി പുറകോട്ട് പോയിട്ടുള്ള രണ്ടാണ്. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും എന്ന് വല്ലാണ്ട് ആത്മവിശ്വാസത്തോടെ വിചാരിച്ചവരല്ലോ. ഭരണം കൊള്ളാം, പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും 19 സീറ്റ് നമ്മൾ തോൽക്കും എന്ന മാനസിക ആഘാതം നമുക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, CPIM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ വൈസ് ചെയർമാനുമായ PN സുരേന്ദ്രൻ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് CV ജോഫി, സേവ്യർ, CV ജോസ്, ബിജു ആട്ടോർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ KD ബാഹുലയ മാഷ്, KA സുഭാഷ്, വടക്കാഞ്ചേരി നഗരസഭ അധ്യക്ഷ മിനി അരവിന്ദൻ, NK പ്രഭാകരൻ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുത്തു.